പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ആറാട്ടനെക്കാട്ടും ഭയങ്കര ഇവിടെ ഇന്റർനാഷണൽ ഗെയിംസ് പോയേക്കുന്നൊക്കെ ഇല്ലെന്നല്ല, ഞാൻ ടോട്ടലി ഇല്ലെന്നല്ല പറഞ്ഞത്. മലയാളത്തിലും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തത് മലയാളമാണെന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്. കൊമേഴ്ഷ്യലി അല്ല, ഇനിയിപ്പോൾ അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലാണെങ്കിൽ അതുമല്ല. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ആറാട്ടനെക്കാട്ടിലും വലിയ മണ്ടന്മാര് മലയാള സിനിമയിലുണ്ടെന്നാണ്. മണ്ടന്മാർ മാത്രമല്ല, അടി കിട്ടേണ്ടവരും മലയാള സിനിമയിലുണ്ടാകുന്ന അമ്മ എന്ന സംഘടനയിൽ ഉണ്ടാകുന്നതിൻ്റെ തെളിവാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പനി പിടിച്ചതും മിണ്ടാതിരുന്നതും ഓടിപ്പോയതും ഒളിച്ചിരുന്നതും അതൊക്കെയാണ് അതിൻ്റെ തെളിവ്. അത് വ്യക്തമായി ആളുകൾക്ക്. ഇനി അതിനപ്പുറത്തോട്ട് വന്നിട്ട് ഇനി സാമൂഹം വന്നിട്ട് ആറാറിനെ അടിക്കാൻ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും. അത് ആ സാമൂഹ്യം മനസ്സിലാകാതെ പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അതൊരു കോമഡിയാണ്. ആറാറിനെ തല്ലണം ഇനി. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പാണെന്ന് വിചാരിക്കുക. നമുക്കിത് പറയാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. ഷെയ്ൻ നിഗത്തിനെയും ഷൈൻ ടോമിനെയൊക്കെ പോലത്തെ കുറെ യുവ നടന്മാരുടെ ഇടയിൽ കഞ്ചാവാണ്, ഡ്രഗ്സ് ആണെന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ വിലക്കുന്നു ഷെയ്നെ. ഏതമ്മയാ വിലക്കെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്നറിയോ? ഈ പണി കാണിച്ചിട്ട് അമ്മയിലെ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ കിടന്നു കൊടുക്കണമെന്ന് പറഞ്ഞവനൊക്കെയാണ് വിലക്കുന്നത്. എന്ത് അന്തസ്സുണ്ട് ഇവനൊക്കെ ഇത് പറയാൻ? ആൾക്കാരെ കണ്ണി പൊടിയിട്ടെന്നല്ലേ ഉള്ളൂ ഇവന്മാർ കുറച്ച് നാള്. അന്ന് ഞാൻ പറയും ഇവന്മാർ വെറും ഊളാളാന്ന്. അപ്പം അതാർക്കും മനസ്സിലാകത്തില്ല. അവരെല്ലാം കൂടെ നീ പറയുന്നത് നിനക്കറിയാത്തതുകൊണ്ട് അവർ മഹാന്മാരാണ്, മഹാന്മാരുടെ കളികളൊക്കെ കണ്ടു. ആ അമ്മയെന്നാണ് ഷെയ്നെ വഴക്കിയത്. ഷെയ്ൻ എന്ത് ചെയ്തിട്ടാ? ഷെയ്ൻ ആരെങ്കിലും പിടിച്ചോ? ഷെയ്ൻ ഒരിക്കലും ഒരു അങ്ങനത്തെ കാര്യം ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് അയാളെ കണ്ടാൽ പറയത്തില്ല.